CPIM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. കണ്ണൂരിൽ CPIM 18 ഏരിയ കമ്മിറ്റികളെ തിരഞ്ഞെടുത്തപ്പോൾ ഒരു വനിതാ സെക്രട്ടറി പോലുമില്ല. സ്ത്രീ സമത്വത്തിനായി വാദിക്കുന്നവർ സ്വന്തം കാര്യത്തിൽ മൗനം പാലിക്കുകയാണെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കുറ്റപ്പെടുത്തി. പിന്നൊരാളെ പ്രസ്താവന കേട്ടു. അയാളുടെ പാർട്ടികൾ തന്നെ അയാൾ ജീവിക്കുന്ന ജില്ലയിൽ ഞാൻ പത്രമെടുത്ത് നോക്കി. ഏരിയ സെക്രട്ടറിമാരെ തെരഞ്ഞെടുത്തിരിക്കുന്നു 18 പേരെ. ഈ 18 പുരുഷന്മാരാ. ഒരൊറ്റ പെണ്ണിനെയും അവർക്ക് കിട്ടിയിട്ടില്ല. ഈ 18 എണ്ണവും പുരുഷന്മാരാണ്. എന്തേ അവിടെ പെണ്ണുങ്ങളെ പരിഗണിക്കാതിരുന്നത്? എന്താണ് അവിടെ ഒന്നും പെണ്ണുങ്ങളെ പരിഗണിക്കാത്തത്? ഞങ്ങൾ പറയുന്നതിനിങ്ങനെ കുതിര കയറാൻ വരണോ? ഞങ്ങളെ മതത്തിന്റെ വിധി ഞങ്ങൾ പറയുന്നത് മുസ്ലിമീങ്ങളോടാണ്. അതുകൊണ്ട് മറ്റുള്ള മതങ്ങളുമായി ബന്ധപ്പെടേണ്ടെന്നും കൂടേണ്ടെന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. മനീഷ് മഹവാലാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. മനീഷ്, CPM സംസ്ഥാന സെക്രട്ടറിക്കെതിരായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഈ വിമർശനം അത് ഏത് പശ്ചാത്തലത്തിലാണ്? മറ്റെന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്? പ്രവിത, ഇന്ന് ആലപ്പുഴയിൽ നടന്ന സുന്നി സമ്മേളനത്തിലായിരുന്നു കാന്തപുരത്തിന്റെ മറുപടി. ഇതിന്റെ പശ്ചാത്തലം നേരത്തെ ഇങ്ങനെയായിരുന്നു. നേരത്തെ MEC7 വ്യായാമ കൂട്ടായ്മയ്ക്കെതിരെ കാന്തപുരം നടത്തിയ ഒരു പരാമർശത്തെ ഇന്ന് എം വി ഗോവിന്ദൻ വിമർശിച്ചിരുന്നു. പാലക്കാട് CPMന്റെ പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ പൊതുവിടങ്ങളിലേക്ക് സ്ത്രീകൾ ഇറങ്ങുന്നത് എന്നത് പിന്തിരിപ്പൻ നിലപാടെന്നായിരുന്നു എം വി ഗോവിന്ദന്റെ വിമർശനം. അങ്ങനെ പൊതുവിടങ്ങളിലേക്ക് സ്ത്രീകൾ ഇറങ്ങരുത് എന്ന പരാമർശത്തിന് എതിരെ കാന്തപുരം നടത്തിയ ആ ഒരു വിമർശനത്തിനെതിരെയായിരുന്നു എം വി ഗോവിന്ദൻ ഇന്ന് വിമർശനം നടത്തിയത്. അങ്ങനെ ശാഠ്യമുള്ളവർക്ക് പിടിച്ചു നിൽക്കാനാകില്ലെന്നും പുരോഗമന നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടി വരുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു. ഇതിന് മറുപടിയുമായിട്ടാണ് കാന്തപുരം ഇന്ന് ആലപ്പുഴയിൽ പ്രസംഗിച്ചത്. അവരുടെ ഇന്റേണൽ പരിപാടിയിലാണ് അദ്ദേഹം പറഞ്ഞ വിമർശനം പ്രധാനമായും പൊതുവിടങ്ങളിലേക്ക് സ്ത്രീകൾ ഇറങ്ങരുത് എന്നത് പിന്തിരിപ്പൻ നിലപാടാണെന്ന് പറയുന്ന CPMന്റെ കണ്ണൂർ ജില്ലയിലെ ഏരിയ സെക്രട്ടറിമാരിൽ ഒരാൾ പോലും, അതായത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ജില്ലയായ കണ്ണൂരിൽ അവിടെ ഒരു ഏരിയ കമ്മിറ്റിയിൽ ഒരാൾ പോലും 18 അംഗ ഏരിയ കമ്മിറ്റിയിൽ ഒരാൾ പോലും സ്ത്രീ അല്ലാത്തത് എന്തുകൊണ്ടാണെന്നായിരുന്നു കാന്തപുരത്തിന്റെ ചോദ്യം. മതനിയമങ്ങൾ പറയുമ്പോൾ പണ്ഡിതന്മാരുടെ മേൽ കുതിര കയറാൻ വരേണ്ട. ഇസ്ലാമിന്റെ നിയമങ്ങൾ എന്താണ് വേണ്ടതെന്ന് പണ്ഡിതന്മാർ പറയും. മറ്റുള്ള മതക്കാർ ഇസ്ലാമിന്റെ കാര്യത്തിൽ അഭിപ്രായം പറയേണ്ട. ഇന്നലെ ഒരാൾ അഭിപ്രായം പറയുന്നത് കേട്ടു. ഞാൻ പത്രമെടുത്ത് നോക്കിയപ്പോഴാണ് ഈ നേരത്തെ പറഞ്ഞതുപോലെ കണ്ണൂരിലെ പാർട്ടിയിലെ ഏരിയ സെക്രട്ടറിമാരെ തെരഞ്ഞെടുത്തപ്പോൾ 18 പേരും പുരുഷന്മാരാണ്, ഒരു സ്ത്രീ പോലും ഇല്ല എന്ന തരത്തിൽ CPMനെതിരെ, അതായത് കാന്തപുരം നടത്തിയിട്ടുള്ള വിമർശനത്തിനെതിരെ സ്ത്രീ സമത്വ വിഷയപരമായിട്ട് പരോക്ഷ വിമർശനം ഉന്നയിച്ച സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് പരസ്യമായി തന്നെ അദ്ദേഹം പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണ് അവിടെ സ്ത്രീകളെ പരിഗണിക്കാതിരുന്നത്? CPMന്റെ പുരോഗമന പാർട്ടി എന്ന് അവകാശപ്പെടുന്ന CPM എന്തുകൊണ്ട് കണ്ണൂരിലെ പാർട്ടി സമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറിമാരെ തെരഞ്ഞെടുത്തപ്പോൾ 18 പേരിൽ ഒരാൾ പോലും ഒരു സ്ത്രീ ഇല്ലാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള വലിയ വിമർശനം എന്താണെങ്കിലും കാന്തപുരം ഉന്നയിച്ചിരിക്കുന്ന ആലപ്പുഴ സുന്നി സമ്മേളനത്തിൽ വെച്ചാണ്. കവിത മനീഷ്, വ്യക്തമാണ്. MEC7 കൂട്ടായ്മയുമായി വ്യായാമ കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞതിനെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിമർശിച്ചിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ കാന്തപുരം മറുചോദ്യവുമായി എത്തുന്നത്. സ്ത്രീ സമത്വത്തിനായി വാദിക്കുന്നവർ സ്വന്തം കാര്യത്തിൽ മൗനം പാലിക്കുകയാണ് എന്നുള്ള വിമർശനമാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉയർത്തുന്നത്.